എല്ലാവർക്കും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യാരറ്റ് കേക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇതൊരു അലുമിനിയത്തിൻ്റെ ചെരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈസി ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മൈദ നന്നായിട്ട് അരിച്ചെടുത്തിരിക്കുന്നതാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേനും മുക്കാൽ ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും കൂടെ ആഡ് ചെയ്യുകയാണ്. കൂടാതെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 1.5 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതാണ്. അതിലേക്ക് 2 ടീസ്പൂൺ മൈദയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് കപ്പലണ്ടി നന്നായിട്ട് പൊടിച്ചതാണ്, കപ്പലണ്ടിയും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മൈദയും കപ്പലണ്ടിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരത്തെ മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരത്തെ മാറ്റി. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്യാനായിട്ട്. ഇളക്കി കൊടുക്കാം. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട്. ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി നമുക്കിത് തണുക്കാൻ വെക്കാം. അടുത്തായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 3 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിൽ അടിച്ചെടുത്താലും മതി. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഓയിൽ ആഡ് ചെയ്യുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഷുഗറും കൂടി ആഡ് ചെയ്യുകയാണ്. എനിക്ക് 1/2 കപ്പ് ഷുഗറാണ് കാരമലൈസ് ചെയ്തപ്പോൾ കിട്ടിയത്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നട്ട്സ് എല്ലാം കൂടെ ആഡ് ചെയ്യും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആകുന്നതോടും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ മിക്സ് കേക്ക് ഉണ്ടാക്കുന്ന ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം. ഞാനിതിലേക്ക് അല്പം ഓയിലും ഒരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് അടിയിൽ. ഓയിൽ തിരുമ്മിയതിന് ശേഷമാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന
ഇത് കൂട്ടൊരു ബേസിനാണ് എടുത്തിരിക്കുന്നത്. ആ ബേസിനിൽ ഞാൻ തിരികെ വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ബേസിൻ എടുത്തിരിക്കുന്നത്. ആ തിരികെ വെച്ചിട്ട് തിരികേയുടെ മുകളിലാണ് ഈ കേക്ക് മിക്സ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് കേക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.